ഇപ്പോൾ നമുക്കൊപ്പം മന്ത്രി വി ശിവൻകുട്ടി ഒപ്പം ചേരുകയാണ്. നവകേരള സദസ്സിന്റെ ഒപ്പം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിച്ച മന്ത്രി കൂടിയാണ്. എന്താണ് അതിന്റെ ഇതുവരെയുള്ള ഒരു അനുഭവം? ഒപ്പം അതോടൊപ്പം തന്നെ ഇനി ഏതൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങൾ അമൃത ടി വി പങ്കുവെക്കുകയാണ്. ശിവൻകുട്ടി, നമസ്കാരം സാർ. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നവകേരള സദസ്സ്? നവംബർ മാസം 18-ാം തീയതി ആണല്ലോ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചത്. 127 അസംബ്ലി മണ്ഡലങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഓരോ അസംബ്ലി മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്, തൊട്ടടുത്ത സ്വീകരണത്തിൽ വന്നതിനേക്കാൾ ആളുകൾ കൂടുതലോ കുറവോ സംഭവിച്ചത്. അങ്ങനെ ഓരോ മണ്ഡലത്തിലും 10,000-നും 20,000-നും ഇടയിലുള്ള ജനങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മണ്ഡലത്തിൽ, ഒരു ജില്ലാ റാലിയൊന്നുമല്ല, ഒരു മണ്ഡലത്തിൽ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. പഴയ ശാസനം ഞങ്ങൾ നോക്കാറുണ്ട്. ഇടതുപക്ഷക്കാർ മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന അടക്കമുള്ള ഒരുപാട് ആൾക്കാർ അതിൽ പങ്കെടുക്കുകയാണ്. എന്ന് മാത്രമല്ല, രാവിലെ കൂടുന്ന പ്രഭാത സദസ്സ് എന്ന് പറയുന്നത് 9 മണിക്ക്, 9 മണി മുതൽ 10:30 മണി വരെ. ആ സദസ്സ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുഴുവൻ ഒരു ക്രോസ് സെക്ഷൻ അതിൽ പങ്കെടുക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 80% വരുന്ന ആൾക്കാർ നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരാണ്. പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിലൊരു പ്രത്യേകത വെച്ചാൽ മുഖ്യമന്ത്രി നേരിട്ട് അതിന് മറുപടി പറയുകയാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പരാതി വാങ്ങൽ. 5,000-നും 10,000-നും ഇടയ്ക്കുള്ള പരാതികളാണ് ഓരോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്. അത് സോർട്ട് ചെയ്ത് അതിൻ്റെ വർക്ക് ഇപ്പോഴും ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം കാസർഗോഡ് ജില്ലയിൽ നിന്ന് കിട്ടിയ പരാതികളുടെ ഏറെക്കുറെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. പരാതി ലഭിച്ചവർക്ക്, പരാതി കൂടി നൽകിയവർക്ക് എല്ലാവർക്കും രസീത് കൊടുക്കുന്നുണ്ട്, പരാതി ലഭിച്ചതായിട്ടുള്ള രസീത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 മന്ത്രിമാരും മുഖ്യമന്ത്രി ഒരുമിച്ചൊരു മണ്ഡലത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ വലിയ അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈതാനത്ത് മാത്രമല്ല, ആൾ പോകുന്ന വഴിനീളെ ആൾക്കാർ നിന്ന് കൈ കാണിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ മുഴുവൻ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നേരെ സമയമെടുത്ത് സംസാരിച്ചു. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് അവഗണന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ഐക്യകേരള രൂപീകരണത്തിന് കേരളത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ. മൂന്നാമത്തെ കാര്യം 2016-ന് ശേഷം ഉള്ള കഴിഞ്ഞ 7.5 വർഷക്കാലമായി ഗവൺമെൻറ് കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ. ഇനി ഒരു 10-20 വർഷക്കാലത്തെ കേരളത്തിൻ്റെ വികസനം എങ്ങനെ നടത്തണം, ഈ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളമാണ് മുഖ്യമായിട്ട് പ്രഭാഷണങ്ങൾ നടത്തുന്നത്. ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട മേഖലയിലാണ് പാറശാല ഇത് സമാപിക്കും. നാളെ വട്ടൂർക്കാവാണ് സമാപിക്കുന്നത്. ഇത് സമാപിച്ചു കഴിയുമ്പോൾ ഈ സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ കഴിയുമ്പോഴാണല്ലോ, നമ്മുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞുമ്പോൾ എല്ലാ മന്ത്രിമാരും കൂടെ ഒരുമിച്ച് നിന്ന് വേദിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും മന്ത്രിമാരും കൂടെ ഒരുമിച്ച് ഒരിക്കലും ആൾക്കാർ കണ്ടിട്ടില്ല. അതൊരു ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിലും നമ്മുടെ കേരളത്തിലെ തന്നെ ജനാധിപത്യ പ്രക്രിയയിലും പുതിയൊരു അനുഭവമാണ്. ജനങ്ങൾ അടുത്തേക്ക് ചെല്ലുന്നു. അതാണ് ഞങ്ങളുടെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത്. ഗവൺമെൻറ്റിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരെ, മുഖ്യമന്ത്രിയെ കാണുവാൻ, സംസാരിക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് അത് ഏറ്റവും ഒരു അപൂർവ സംഭവമായി ജനങ്ങൾ കാണുകയാണ്. മറ്റൊന്ന്, പ്രതിപക്ഷം ഇതിന്റെ തുടക്കത്തിൽ തന്നെ വിമർശനം ഉന്നയിച്ചാണ്. സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇത്രയധികം മന്ത്രിമാർ ഇങ്ങനെ സഞ്ചരിക്കുന്നു, ധനമന്ത്രി അടക്കം സംസ്ഥാനത്തില്ലാത്ത സാഹചര്യം, സംസ്ഥാന തലസ്ഥാനത്ത് നഗരിയിൽ ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. എങ്ങനെയാണ് സർക്കാർ ഈ പ്രതിഷേധങ്ങളെ കാരണം ഇപ്പോഴും പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല, മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരം സഞ്ചാരമെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം വിമർശനം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് അംഗീകരിച്ചാലേ പറ്റുള്ളൂ. പഠിച്ച വിദ്യ 18 നോക്കിയിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു. 1-ാം പിണറായി ഗവൺമെൻറ്റിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം 2-ാം പിണറായി ഗവൺമെൻറ്റിന് കിട്ടി. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിനെ നിഷേധിക്കാനുള്ള അവകാശമൊന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇല്ല, പ്രതിപക്ഷത്തിനുമില്ല. അംഗീകരിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്യാബിനറ്റിൻ്റെ തീരുമാനമാണ്, ചീഫ് സെക്രട്ടറിയാണ് ഇതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത്. പ്രതിപക്ഷം പറയുന്ന പോലെ ഇഷ്ടത്തിന് അനുസരിച്ച് തീരുമാനിക്കാനല്ല ജനങ്ങൾ മാൻഡേറ്റ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. അത് 1-ാം പിണറായി ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രചരണമൊന്നുമില്ല. അവർക്ക് വരാമായിരുന്നല്ലോ, അവർക്ക് 41 മണ്ഡലങ്ങളിൽ വന്ന് പ്രസംഗിക്കാമായിരുന്നല്ലോ, അവരുടെ കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ. മറ്റ് മണ്ഡലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളാരും അവരെ ഇറക്കിവിടാൻ വേണ്ടി പോകുന്നില്ലല്ലോ. കേരളത്തിലെ എല്ലാ നല്ല പ്രവൃത്തികളെയും ബഹിഷ്കരിക്കുക എന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് വെച്ചാൽ ഈ വൻപിച്ച ജനാവലിയെ കണ്ടുകൊണ്ട് അരിശം പൂണ്ടുകൊണ്ട്
ഒരു കലാപം സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ, മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു കലാപത്തിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ് വി ഡി സതീശൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ എണ്ണി ഓരോ അടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പോലീസുകാരുടെ വീട് ആക്രമിക്കുകയാണ്. അങ്ങനെ ഒരു കലാപകാരിയായി കേരളത്തിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി വി ഡി സതീശൻ മാറിയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഈ അക്രമം പ്രതിപക്ഷം വലിയ രീതിയിൽ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം, കാരണം ഇന്നലത്തെ KSUവിന്റെ സമരത്തിലടക്കം മുട്ടയിൽ മുളക് പൊടിയൊക്കെ ഇട്ട് എറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് സർക്കാർ അതിനെ നേരിടുന്നത്? കാരണം മുഖ്യമന്ത്രി തക്കതായ മറുപടി നൽകുമെന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യ ദിവസം ഉണ്ടായ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംബോധനകളെല്ലാം ടെലിവിഷൻകാരെല്ലാം ഉണ്ടായിരുന്നതാണ്. പോലീസ് അനങ്ങാതെ നിന്നിരുന്നു. ഒരുപാട് മർദ്ദനം പോലീസിന് ലഭിച്ചു, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം പോലീസ്. ഇന്നലെ KSUക്കാർ കാണിച്ചത് നിങ്ങൾക്കറിയാലോ, ഒരു തീവ്രവാദ സംഘടനകൾ ചെയ്യുന്ന പോലുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. KPCC ആഫീസിൽ വെച്ചാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. KPCCയുടെ പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലാണ് സെലക്ട് ചെയ്ത ആൾക്കാരെ വിളിച്ച് ഈ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടിയും പിന്നെ മുട്ടയും ഗോലിയും ഒക്കെ പിന്നെ കൊടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൂത്രധാരകൻ എന്ന് പറയുന്നത് പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയുള്ള ഒരു വലിയ നിലവിളിയാണ് ഇവിടെ കേൾക്കുന്നത്. ആ കോൺഗ്രസിനകത്തുള്ള നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയുള്ള നിലവിളിയെ ഈ ഗവൺമെൻറ്റിനെ കരുവാക്കാൻ വേണ്ടി വി ഡി സതീശൻ നോക്കേണ്ട. ഒന്നത്. രണ്ട്, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിനെ വരട്ടെ എന്ന് വേണ്ട. അങ്ങനെ ആ വരട്ടിലൊന്നും ഞങ്ങൾ ഇടതുപക്ഷം ഗവൺമെൻറ് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിരട്ടിലും ഭീഷണിയിൽ നിന്നും വകവെച്ചു കൊടുക്കുന്ന ഗവൺമെൻറ്റും അതിനുള്ള മുഖ്യമന്ത്രിയല്ല. എന്ന് മാത്രമല്ല, നിരന്തരമായി മുഖ്യമന്ത്രിയെ പിന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ പിന്നെ പ്രയോഗിച്ചുകൊണ്ട് വിളിക്കുകയാണ് പ്രതിപക്ഷ വി ഡി സതീശൻ. വി ഡി സതീശൻ പ്രതിപക്ഷ എന്നുള്ളത് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞാൻ മാത്രം സർവ്വവിജ്ഞാനകോശം കയറിയ ആൾ, ബാക്കി എല്ലാവരും മോശക്കാർ എന്നുള്ള ധാരണ പിന്നെ സതീശന് വേണ്ട. കേരളത്തിൻ്റെ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രം, അവർ നടത്തിയിട്ടുള്ള ത്യാഗപൂർണ്ണമായ ജീവിതം, അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരും സംബന്ധിച്ചോളം നല്ലവണ്ണം ബോധ്യമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് വേറെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഫസ്റ്റ് കുഞ്ഞാലിക്കുട്ടി സാർ എടുത്തിരിക്കുന്ന സമീപനം നല്ല സമീപനമാണ്, ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാറ് ഇത് പിന്നെ ജാഥ ആരംഭിച്ച് അതിനുശേഷം ഉണ്ടായ ചില സംഭവവികാസങ്ങളെ അപലപിച്ചു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പിന്നെ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും പിന്നെ അതൊരു നല്ല നിലപാടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോദ്യം കൂടി, അതായത് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഗവർണറുമായി ബന്ധപ്പെട്ടാണ്. ഗവർണർ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവിനേക്കാൾ അധികം വിമർശനം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി തെരഞ്ഞുപിടിച്ച് വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് സർക്കാർ ഇനി അടുത്ത നടപടികൾ, സർക്കാരിൻ്റെ നിലപാടുകൾ? ഗവൺമെൻറ് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ എന്താണ് പറയുന്നതെന്നും എന്താണ് പ്രവൃത്തിയെന്നും ഏത് സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള ബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് വ്യക്തമാക്കാനുള്ളത്. ഇത്തരം ഭീഷണികൾക്കോ ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കോ വഴങ്ങില്ല എന്ന കൃത്യമായ നിലപാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഗവർണർക്കെതിരെ നിയമപരമായി നീങ്ങും. നേരത്തെ നമ്മൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ ഒരു കത്ത് അയച്ചിട്ടുണ്ട് എന്നുള്ളത് മന്ത്രി വി ശിവൻകുട്ടിയും സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു.